അമേരിക്കൻ കപ്പൽപ്പടയ്ക്കും സൈനിക താവളത്തിനും നേരെ ആക്രമണം നടത്തിയെന്ന IRGC അവകാശവാദം തള്ളി US സെൻട്രൽ കമാൻഡ്. ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ സൈന്യം സജ്ജമെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് തിരിച്ചടി നൽകിയെന്നായിരുന്നു IRGCയുടെ അവകാശവാദം. US-ന്റെ കപ്പൽപ്പടയ്ക്ക് നേരെയും കുവൈറ്റിലെ വ്യോമതാവളത്തിനെതിരെയും ആക്രമണം നടത്തിയെന്ന IRGC അവകാശവാദമാണ് സെൻട്രൽ കമാൻഡ് തള്ളിയത്. മാത്രമല്ല, ബഹ്റൈനിലെ സൈനിക താവളത്തെ ആക്രമിച്ചെന്ന അവകാശവാദവും US നിഷേധിച്ചു. ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പരിപൂർണ സജ്ജമാണ് US നേവിയെന്നും മറിച്ചുള്ള IRGCയുടെ അവകാശവാദം പൊള്ളയെന്നും വിശദീകരിക്കുകയാണ് സെൻട്രൽ കമാൻഡ്. മാത്രമല്ല, രൂക്ഷമായ പ്രത്യാക്രമണം പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയെന്നും സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. ഖർഗ് ദ്വീപിലേക്ക് എണ്ണ കയറ്റാനെത്തിയ കപ്പലിനെ തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബോട്സ്വാനയിൽ രജിസ്റ്റർ ചെയ്ത MV ലക്സി എന്ന കപ്പലാണ് US സേന തടഞ്ഞത്. എണ്ണ വിൽപ്പനയിലൂടെയാണ് IRGC സൈന്യത്തെ നിലനിർത്തുന്നതിനുള്ള തുക കണ്ടെത്തുന്നത്. IRGCയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഉറച്ച നിലപാടിലാണ് US എന്ന് നടപടികളിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.